പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവികാരണമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരണമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരണമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ 3 മണി സമയത്ത് കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുന്ന ഈ പുണ്യ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കരുണയായി സ്നേഹമായി നമ്മളോടൊക്കെ തൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ അലിവ് തോന്നിയ ദൈവം ഈ പ്രപഞ്ചത്തെയും സകല സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം, സർവശക്തനായ ദൈവം ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ സൗഖ്യപ്പെടുത്തുവാൻ, നമുക്ക് ആശ്വാസം നൽകുവാൻ, നമ്മുടെ കൈപിടിച്ച് നമ്മളെ രക്ഷയിലേക്ക് ഉയർത്തുവാനായിട്ട് രക്ഷകനായ ദൈവം ഇപ്പോൾ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്കൊക്കെ കടന്നു വരികയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ സ്നേഹം നമുക്കൊക്കെ ഇപ്പോൾ അനുഭവിക്കാവുന്ന പുണ്യ നിമിഷങ്ങളാണ്. നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച കർത്താവ്, നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ ഇന്നും എന്നും ജീവിക്കുന്നവനായ ദൈവം, ഈ ദൈവമാണ് ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. നീ കരുണയായിട്ട് എഴുന്നള്ളി വരുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ നിന്റെ ഈ വലിയ സ്നേഹത്തെ പ്രതി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദീപികാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഞങ്ങളിലേക്ക് പ്രഭവിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, ഈ 3 മണി സമയം ഫൗസ്റ്റീനയോട് കർത്താവ് തൻ്റെ കരുണയെപ്പറ്റി വിവരിക്കുന്ന ആ വലിയ അനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഈ 3 മണി സമയം കർത്താവ് ലോകത്തിന് കരുണ നൽകുന്ന സമയമാണ്. വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, എൻ്റെ കഠിനവേദനയുടെ ആധിക്യത്തിൽ ഞാൻ എന്നെ തന്നെ ലോകത്തിന് സമർപ്പിക്കുന്ന സമയമാണ് ഈ 3 മണി സമയം. ലോകത്തിലെല്ലാവരും എൻ്റെ കരുണ സമ്പാദിക്കുവാനുള്ള സമയമാണ് ഈ 3 മണി സമയം. എൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ഈ 3 മണി സമയത്ത് ഞാൻ നിഷേധിക്കുകയില്ല എന്ന് കർത്താവ് ഈ സമയം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. കർത്താവ് എനിക്ക് വേണ്ടി ജീവനർപ്പിച്ച സമയമാണ് ഈ 3 മണി സമയം. കുരിശിൽ എനിക്കായി ജീവൻ ബലി കഴിച്ചവൻ, എൻ്റെ പാപങ്ങൾക്കായി അവസാനത്തുള്ളി രക്തം വരിയ ചിന്തിയ എൻ്റെ കർത്താവ് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ എൻ്റെ സൗഖ്യമായി എന്നോട് ക്ഷമിച്ചുകൊണ്ട് എന്നെ മാനസാന്തരത്തിലേക്ക്
കരുണയുടെ വലിയ അനുഭവത്തിലേക്ക് നയിക്കുകയാണ്. ഈ 3 മണി സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് കർത്താവിലേക്ക് ഉയർത്തി കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ ഈ വലിയ കരുണ, ഈ കരുണയുടെ വലിയ പ്രവാഹം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പ്രവഹിക്കപ്പെടട്ടെ. ഈശോയെ, എൻ്റെ ജീവിതം നീ നവീകരിക്കണമേ. ഈശോയെ, ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്ത വിധം ഞാൻ ബലഹീനനായിട്ട് എൻ്റെ ജീവിതത്തിൽ മാറുകയാണ്. കർത്താവേ, നിൻ്റെ വലിയ ശക്തി, നിൻ്റെ സ്നേഹം, നിൻ്റെ കരുണയൊക്കെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എന്നിലേക്ക് ഒഴുകുന്ന ഈ പുണ്യ നിമിഷത്തിൽ ഈശോയെ, എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഓരോ കാര്യങ്ങളും ഒരാത്മീയ നിയോഗങ്ങളായിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. കരുണയോടെ ഈശോയെ, ഈ നിമിഷം എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഓരോ കാര്യങ്ങളും എൻ്റെ രക്ഷകനായ ദൈവമേ, കരുണയോടെ സ്നേഹത്തോടെ എൻ്റെ ജീവിതത്തിൽ അത് സത്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് പൗലോസ് ശ്ലീഹ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 4-5 വചനങ്ങളാണ്. എന്നാൽ പാപം മൂലം നമ്മൾ മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പൗലോസ് ശ്ലീഹ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, എന്നാൽ പാപം മൂലം നമ്മൾ മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമുക്ക് അർഹതപ്പെട്ടതിനേക്കാൾ വലുതാണ്. നമ്മുടെ പാപങ്ങളോ ബലഹീനതകളോ കുറവുകളോ ഒന്നും ദൈവം ഗൗരവമായിട്ട് കാണുന്നില്ല. ഞാനൊന്ന് പാപത്തിൽ നിന്ന് മുഖം തിരിച്ച് എൻ്റെ കർത്താവിൻ്റെ കരുണാമയമായ തിരുമുഖത്തിലേക്ക് നോക്കി ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ തൻ്റെ അനന്തമായ സ്നേഹത്താൽ എന്നെ വാരി പുണരുന്നു. ഈശോയെ, എത്ര വലിയ സ്നേഹമാണ്! കുറേ ബലഹീനതകൾ, കുറവുകൾ, എൻ്റെ സ്വാർത്ഥപരമായിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ പുറകെ പോയി വലിയ വലിയ പാപങ്ങളുടെയൊക്കെ അടിമയായിരുന്നിട്ടും നീ അതൊന്നും ഒരു വലിയ കാര്യമായി ഗവനിക്കാതെ എൻ്റെ പാപത്തിൻ്റെ പാപ സാഹചര്യത്തിൻ്റെയൊക്കെ ആ അവസ്ഥകളിൽ നിന്ന് നിൻ്റെ കരുണയുടെ ആ തിരുമുഖത്തിലേക്ക് ഞാനൊന്ന് തിരിയുമ്പോൾ എത്ര വലിയ കരുണയാണ് ഈശോയെ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കുന്നത്. ധൂർത്തപുത്രനെ പോലെ, പിതാവേ, നിനക്കെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് നിൻ്റെ വലിയ കരുണയുടെ അനുഭവത്തിലേക്ക് ഞാൻ വരുമ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് ഈശോയെ നീ എന്നെ വാരി പുണരുന്നത്. ഈശോയെ, നന്ദി, ആരാധന. പ്രിയമുള്ളവരെ, വീണ്ടും ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ സമ്പന്നത ഒരിക്കലും അസ്തമിക്കാത്തതാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹവും കരുണയും എന്നെ അവനിലേക്ക്, എനിക്ക് വേണ്ടി കുത്തിമുറിക്കപ്പെട്ട തിരുഹൃദയത്തിലേക്ക് ഈശോ ചേർത്ത് പിടിക്കുകയാണ്. അത്ര വലിയ സ്നേഹമാണ് എൻ്റെ ഈശോയ്ക്ക് എന്നോടുള്ളത്. പ്രിയമുള്ളവരെ, എന്നെ വിശുദ്ധീകരിക്കുന്ന സ്നേഹമാണ് ഈശോയുടേത്. ഈശോയുടെ കുത്തിമുറിക്കപ്പെട്ട, എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി കുത്തിമുറിക്കപ്പെട്ട ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ രക്തത്തിൻ്റെയും ജലത്തിൻ്റെയും ഒക്കെ ശക്തിയാൽ ഇന്ന് ഈശോ എന്നെ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. ഈശോ കുദാശകളിലൂടെ എന്നെ വിശുദ്ധീകരിക്കുകയാണ്. മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും
വിശുദ്ധ കുമ്പസാരത്തിലൂടെയും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തത്താലാണ് ഈശോ എന്നെ കഴുകി വിശുദ്ധീകരിക്കുന്നത്. അത്ര വലിയ സമ്പന്നമായ കരുണയുടെ ആ തിരുമുഖത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈശോയെ, ഞാൻ എത്ര പാപിയായിട്ടും നീ എനിക്ക് വേണ്ടി കുത്തിമുറിക്കപ്പെട്ട ആ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണല്ലോ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. വീണ്ടും പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമാണ്, കർത്താവിൻ്റെ കരുണ പുതുജീവൻ നൽകുന്നതാണ്. പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പുതിയ സൃഷ്ടിയായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന കരുണയാണ്, സ്നേഹമാണ് എൻ്റെ കർത്താവിൻ്റേത്. പൗലോസ്ലീഹായോടുകൂടി നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്നത് നീയാണ്, ക്രിസ്തുവാണ്, എൻ്റെ രക്ഷകനാണ്. ഈശോ, എത്ര വലിയ സ്നേഹമാണ്. ഞാൻ നിന്നിൽ നിന്ന് മുഖം തിരിച്ച് നിന്നിൽ നിന്ന് അകന്നു പോയിട്ടും എൻ്റെ ജീവിതത്തെ നവീകരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ കഴുകി വിശുദ്ധീകരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ നവീകരിക്കുവാൻ, എൻ്റെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കുവാൻ നീ കുരിശിൽ മരിച്ചു. ഇന്നും എനിക്ക് വേണ്ടി ഈ ദിവ്യകാരുണ്യത്തിൽ കരുണയായി, സ്നേഹമായി എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ഞാനായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്ക് നീ കടന്നു വരികയാണ്. ഈശോയെ നന്ദി, ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിലൂടെ വീണ്ടും കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യമാണ് കർത്താവിൻ്റെ കരുണയും സ്നേഹവും എല്ലാ പാപത്തിൽ നിന്നും, പാപ സാഹചര്യത്തിൽ നിന്നും, പാപത്തിൻ്റെ സ്വാധീന ശക്തികളിൽ നിന്നും വിടുതൽ നൽകുന്ന വലിയ കരുണയുടെ അനുഭവമാണ്. എന്നിലെ പഴയ മനുഷ്യനെ അവൻ്റെ സകല ദുരാശകളോടും കൂടെ എന്നേക്കുമായി ഉപേക്ഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്നതാണ് എൻ്റെ കർത്താവിൻ്റെ കരുണ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം. ഈശോയെ, ഈ വലിയ സ്നേഹത്തെ പ്രതി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഈ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള ശക്തി, പാപത്തെ ഉപേക്ഷിച്ച് എന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി നീയാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള ആ വലിയ ശക്തി, കൃപ ഈശോയെ നിമിഷം എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ മെറിറ്റിലൂടെയല്ല, അവൻ്റെ കൃപയിലൂടെയാണ്. എൻ്റെ പ്രയത്നഫലങ്ങളെക്കാൾ കർത്താവ് തൻ്റെ കരുണയാലും സ്നേഹത്താലും എന്നെ വിശുദ്ധീകരിക്കുന്നു. എന്നെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് എൻ്റെ ഈശോ അവൻ്റെ കരുണയാൽ, അവൻ്റെ സ്നേഹത്താൽ, കൃപയാൽ കൈപിടിച്ച് എന്നെ ഉയർത്തുന്നു. ഈശോ എത്ര വലിയ സ്നേഹമാണ്! കർത്താവിൻ്റെ സ്നേഹം എത്ര വലുതാണ്! ഞാൻ എത്രമാത്രം ഈശോയിൽ നിന്ന് അകന്നു പോയാലും അത്രമാത്രം സ്നേഹത്തോടെ, കരുണയോടെ ഒരു നല്ല ഇടയനെ പോലെ എൻ്റെ പുറകെ വന്ന് ഈശോ എന്നെ കൈപിടിച്ച് നിത്യതയാകുന്ന ആ വലിയ സമ്മാനത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പുണ്യ നിമിഷങ്ങളാണ് ഈ കരുണയുടെ തിരുമണിക്കൂർ. പ്രത്യേകമായിട്ട് നമുക്കിപ്പോൾ ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന സകലർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ അതവരുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസമായിട്ട്, കർത്താവിൻ്റെ വലിയ കരുണ അവരുടെ ജീവിതത്തിൽ സൗഖ്യമായിട്ട്, ഈശോയുടെ വലിയ കരുണ സമാധാനമായിട്ട് അവരുടെ കുടുംബത്തിലേക്കൊക്കെ എത്തട്ടെ. പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ നിയോഗങ്ങളും കർത്താവിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കരുണയും സ്നേഹവുമൊക്കെ നമ്മളിലേക്ക് ഒഴുകുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ സമാപന ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.